ഫസ്റ്റിൽ അവിടെ ചെന്നിട്ട് കിട്ടുന്ന പണി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗട്ടർ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ നല്ല മഴ പെയ്തിട്ട് ഈ ഗട്ടറിൽ നിന്ന് മുഴുവൻ ഈ വേസ്റ്റിന് പൊന്തിക്കണം മനസ്സിലായി, ടോയ്ലറ്റ് വേസ്റ്റ്. അപ്പം അത് വണ്ടിയിൽ മോട്ടറുണ്ട്, ആ മോട്ടറിന് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ ഒരു ഗംബൂട്ട് നോക്കണം, ഈ വേസ്റ്റ് വാട്ടർ പിടിച്ച ടാങ്കിലേക്ക് ഇങ്ങനെ ആ വർക്കാണ് ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ ദമാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ വേദസ്ഥിതിയിലായി അവിടെ ചെന്നിട്ട് ഈ താലികർക്ക് എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ഈ ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ 6 പേരിലൊരു കൺസൈനി ഉണ്ട്. ഈ കൺസൈനി പറഞ്ഞപ്പോൾ ഗാഫറിൻ്റെ പേരിൽ വരികയാണെങ്കിൽ എന്ത് സാധനം വരുന്നു അത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് എത്ര കാർട്ടൂൺ ഉണ്ട്, എത്ര പാലറ്റ് ഉണ്ട്, എത്ര ബോക്സ് ഉണ്ട്, ഇത് നമ്മളിത് എത്രയാണോ വരുന്നത് കൃത്യമായിട്ട് ഇറങ്ങിക്കണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഏജൻറ്റിൻ്റെ 2 ക്ലർക്കുകളുണ്ടാവും. ഒന്ന് സ്റ്റുവേർഡ്സിൻ്റെ ഉണ്ടാവും. സ്റ്റുവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇറക്കുന്ന അത് കോൺട്രാക്ട് ഉണ്ടാവും ഈ സാധനം ഇറക്കാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഈ 2 താലി കൃത്യമാണ് നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെന്ത് ആ 2 കൃത്യമായിട്ട് ഏതായാലും ഇറങ്ങുന്ന ഇപ്പം തന്നെ ബോക്സ് ഏതാണെന്നില്ല അത് എങ്ങനെ ഇറങ്ങിക്കൊണ്ട് നോക്കണം. പഴയ കാലത്തൊന്നും കണ്ടെയ്നറല്ല, കംപ്ലീറ്റ് ഈ കാർട്ടൂൺ ബോക്സുകളാണ് ഇതിൽ. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ക്രേസ് ചെയ്യുന്നു. അപ്പോൾ ചെന്ന ഉടനെ തന്നെ ആദ്യം കിട്ടുന്ന ശമ്പളം തന്നെ ഒരു 2 മാസം ശമ്പളം. ഞാനും എൻ്റെ സുഹൃത്ത് ജയമണി എന്ന് പറഞ്ഞ ഇതല്ലേ പറഞ്ഞല്ലേ, ഈ 1400 റിയാൽ കൊടുത്തിട്ട് പഴയ ഒരു വണ്ടി വാങ്ങി, ഒരു ക്രെസില ടൊയോട്ടയുടെ. അപ്പോൾ എന്നാൽ പഴയ ഒരു വണ്ടി മേടിച്ചത് ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് 56 മണിക്കൂർ വീട് കാണാതെ ഒറ്റ വർക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കുളിയോ നനയോ വേറൊന്നുമില്ലാതെ കപ്പലാണ് കയറിയ കപ്പൽ 56 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആർക്കൂടെ 2 ദിവസം 8 മണിക്കൂർ. കാരണം അത്രയും ഷിപ്പ് വന്നു, ആളില്ല, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനല്ല, കമ്പൽസറി ഓവർ ടൈം, മനസ്സിലായില്ലേ, നിർബന്ധമായിട്ട്. പക്ഷെ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഒരു പറക്കണ പ്രതീതി. കാരണം ഉറക്കല്ലല്ലോ, കാരണം ഇതിനെ നോക്കല്ലേ, കാരണം ഇത് കംപ്ലീറ്റ് നോക്കണ്ടേ. ഓർക്കുന്നത് 48-48 മണിക്കൂറും കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും ഒന്നുമില്ല, അതൊരു ഹാല് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം ഉറക്കമില്ലെങ്കിൽ എന്താ വർക്ക് ചെയ്തത്, 2ാമത്തെ ദിവസം ഉറക്കമില്ല എന്താ. അപ്പോൾ എന്തായി, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ 56 മണിക്കൂർ ഒന്നിച്ച് വർക്ക് ചെയ്ത ചരിത്രമുണ്ട്. അങ്ങനെ കുറച്ച് കാലം. പക്ഷെ എന്താ പറഞ്ഞാൽ ഫുള്ള് വെയിലാണ്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഈ ഉദിക്കുന്ന 48 ഡിഗ്രി 50, പലപ്പോഴും 50 ഡിഗ്രി മുകളിൽ പോകും. 50 ഡിഗ്രി മുകളിൽ പോയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. അപ്പോൾ ഇഗ്ലൂ എന്ന് പറഞ്ഞൊരു സാധനം, ഈ വെള്ളം പിടിക്കണേ, ഓരോരുത്തർ ഒരു 10 ഇഗ്ലൂ, ഒരു 10 ലിറ്റർ കൊള്ളുന്ന അത്രയും വെള്ളം കുടിച്ചാൽ പിന്നെ സാൾട്ട് ഗുളി കഴിച്ചുകൊണ്ടേ അല്ലെങ്കിൽ തലയിട്ട് വരും. അത്രയും ചൂടല്ല, അമിതമായ ചൂട്, വേറൊരു ഷെൽട്ടറൊന്നുമില്ല. പിന്നെ വരുന്നത് കസ്റ്റമർ വരുന്ന കണ്ടെയ്നർ കയറ്റാൻ അറബികളാണ്. ഇല്ലാത്ത തെറി മുഴുവൻ പറയും. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വട്ടം പോയിട്ട് ഈ സാധനം ഡെലിവറി 2ാമത്തെ വട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ 2 വട്ടം അവർക്ക് ഓട്ടം കിട്ടും. അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ സാധനം കണ്ടുപിടിച്ച് നമ്മൾ കൊടുക്കണം. നമ്മൾ ഈ താഴെക്കൂടെ നേടിയേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. എ റാക്കുന്ന ബി റാക്കുന്നാലും ശരി വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പോയി നോക്കണം എവിടെ ഈ സാധനം ഇരിക്കണം NIP. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ഒന്നിച്ചിലാ മാസം കഴിഞ്ഞപ്പോൾ ബോംബെയിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് വന്ന് കണ്ടെയ്നറായിട്ടാണ്. എനിക്ക് ഇവരെ മനസ്സിലായി. അതുകൊണ്ടാണ് ഇവൻ എന്നെ മനസ്സിലാവില്ല. എങ്ങനെ പറഞ്ഞ സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്താ കംപ്ലീറ്റ് കറുത്തിട്ട് ഫുള്ള് ഷേപ്പ്. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങിട്ടാണ് ബോധിക്കുക എന്താ സൈനുദ്ദീൻ അയക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ ഡ്യൂട്ടി അങ്ങനെയാണ്, പകൽ മൊത്തം. കാരണം 2 മണിക്കൂർ വെയിലെത്തുന്നേ, എന്താക്കാൻ അവസ്ഥ. ആദ്യം മണിക്കൂറോളം എത്ര ദിവസങ്ങളോളം നിന്ന് നോക്കാൻ. അങ്ങനെയായിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ലൈസൻസ് എടുത്തു. ഈ ലൈസൻസ് എടുത്ത സമയത്ത് എനിക്ക് പിന്നെ ഒരു 10-50 ലേബേഴ്സിനെ കൊണ്ട് ലേബർ ഒരു കംപ്ലീറ്റ് ഒരു ഹദീൻ എന്ന് പറഞ്ഞ കമ്പനി ജുബൈയിൽ. അതെന്താണെന്ന് പറഞ്ഞാൽ അവിടെ രാവിലെ 7 മണിക്ക് എത്തണം. 7 മണിക്ക് വൈകിട്ട് നമ്മളവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 8-9 മണിക്കാണ്, പിന്നെ പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് പോകണം. 1-4 മണിക്കൂറാണ് യാത്ര ഉണ്ട്, 80 കിലോമീറ്റർ പോകണം. അപ്പോൾ അതിലൊരു 19 ലേബർ അതിൻ്റെ സൂപ്പർവൈസറെ വിട്ടില്ല. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് വേറൊരു പരിപാടി, ഷിപ്പ് ചാനലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഷിപ്പ് ചാനലിംഗ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഇത് അപ്പോൾ ഓരോ വർക്ക് ഇങ്ങനെ ഇവർക്ക് പല വർക്കും ഉണ്ട് നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ ഇത് സബ് കോൺട്രാക്ട് എടുക്കുക ചെയ്യുന്നത്. ഈ കാനൂലും അല്ല മാനേജർ ആയതുകൊണ്ട് കാനൂല് വരുന്ന സബ് ഏതൊക്കെ ഉണ്ടോ ആ സബൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലേബർ ഇതിന് സപ്ലൈ ചെയ്യാം. ഇപ്പോൾ താലികൾക്കാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാലം ആൾക്കാർ അങ്ങോട്ട് പോകേണ്ടത്, കുറച്ച് കാലം ഇവിടെ. അപ്പോൾ കുറച്ച് സ്റ്റാഫുകളെ അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ പുതിയത് വന്നു, പുതിയ കുറച്ച് സ്റ്റാഫുകൾ വന്നു. അപ്പോൾ കുറച്ച് കാലം അങ്ങോട്ട് ഇട്ടു, അപ്പോൾ കുറച്ച് നേരം ഇങ്ങോട്ട്. അപ്പോൾ കുറച്ച് ഇതൊക്കെ കുറഞ്ഞ സമയങ്ങളെ എനിക്കുള്ളൂ. അപ്പോൾ മാറി ഇങ്ങനെ പോവാണ്. അപ്പോൾ കുറച്ച് നേരം അതിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി സെക്യൂരിറ്റി നമ്മളിവിടെ സെക്യൂരിറ്റി ഇല്ലേ തന്നെ. അപ്പോൾ അത് വർക്ക് ചെയ്തു, അത് കുറച്ച് കാലം വർക്ക് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ വെക്കേഷൻ വന്നു. നാട്ടിൽ വന്നു. അപ്പോഴേക്കിന് അനിയൻ്റെ കല്യാണം കഴിഞ്ഞു.
അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാതെ 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയതിന് ശേഷം 90-91 കാലത്ത് ഇറാൻ വാർ നടക്കണ്ടല്ലോ, ഇറാൻ പോയി തോരാ. അന്ന് ഞാൻ ആ സമയത്ത് വാർ നടക്കുന്ന സമയത്ത് ഞാൻ പോന്നിക്കുക. ആ നടക്കുന്ന സമയത്ത് അനിയനാണ് അവിടെ സൂട്ടിയാണ് പോയി. അപ്പം എന്ത് ചെയ്യുന്ന ഞാൻ തീരുമാനിച്ച ഗൾഫ് നാട്ടിലേക്ക് പോരാ തീരുമാനിച്ചൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓന് നിർബന്ധപ്രകാരം നമുക്ക് എന്തെങ്കിലും വേറെ പരിപാടി സ്വന്തം തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടെ കച്ചവടം തുടങ്ങേണ്ടത്. ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ്, 2 ഷട്ടറിലെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ്, 47,000 റിയാലിന് കാലിക്കട. സാധനമൊന്നും കാലിക്കടമില്ല, ഒരു സാധനം ഇല്ലാതെ ഏകദേശം കാലിക്കട വാങ്ങി. എന്നതിന് ശേഷം അത് 1 കൊല്ലം നടത്തി. ഞാനിവിടെ നാട്ടിൽ വന്ന് നിന്നു. നാട്ടിൽ വന്ന് 5-6 മാസം നിന്നിട്ട് അപ്പോൾ എനിക്ക് വിസക്ക് ഒരു പ്രശ്നം വന്നു. കാരണം നമുക്ക് വേറെ നമ്മളെ ആൾക്കാരനാണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട ഒരാൾ പറഞ്ഞു സൈനുദ്ദീൻ തിരിച്ചു വന്ന ഇതേ പരിപാടി തുടങ്ങും. അപ്പോൾ അന്ന് തിരിച്ചു പോകണമെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. NOC നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്തോ ആ കമ്പനി NOC എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ NOC കിട്ടിയെങ്കിലേ നമുക്ക് വേറെ വിസയിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാനൂലൊരു ഡ്രൈവർ, ഈ വലിയ കമ്പനി ഞാൻ പറഞ്ഞില്ലേ അതിലൊരു ഡ്രൈവർ പോവുകയാണ്. ആ ഡ്രൈവറിന് പകരം ഒരു ഡ്രൈവർ അവർക്ക് വേണം. ചുരുക്കി പറയാൻ മൊത്തം എല്ലാവരും അന്വേഷിച്ചു. ചുരുക്കി പറയാൻ എൻ്റെ നടക്ക് കൊടുത്തു. ഇത്ര സുഖമില്ലാത്ത എന്നോട് പറയാം ഹൗസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇത്ര സുഖമില്ലാത്തൊരു പരിപാടി പാടില്ല. ശമ്പളമൊക്കെ കിട്ടും, വെറുതെ കയറാതെ കെട്ടിടും. അപ്പം ഞാനെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടി 1 കൊല്ലം ഞാൻ അവിടെ നിന്നു. പിടിച്ചതിൻ്റെ അവസാനം ഇവിടുന്ന് പറഞ്ഞു ഞാൻ ഒരു ടെലഗ്രാം അയക്കാൻ പറഞ്ഞു വീട്ടിൽ നിന്ന്. അമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് നോണ പറഞ്ഞിട്ട് തന്നെ അപ്പം എല്ലാം എന്താട്ടുക നിവൃത്തിയില്ലാതെ പറഞ്ഞു. കാരണം എനിക്ക് അവിടുന്ന് വല്ല രക്ഷപ്പെട്ട് പോകുന്നു. അപ്പോൾ ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ ഷിപ്പ് ലാൻഡിലേക്ക് തന്നെ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാനൂന്ന് മാറിയപ്പോൾ വീണ്ടും ഷിപ്പ് ലാൻഡ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ വാറിന് വന്ന കംപ്ലീറ്റ് കപ്പലിലെ ഫുഡ് സപ്ലൈ എനിക്കായിരുന്നു. ഈ ഫുള്ള് കപ്പലും എല്ലാത്തരം അമേരിക്കൻ്റെ ഏകദേശം വാർ കപ്പലിലും മുഴുവനും ഞാൻ സാധനം കയറിയിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. യുദ്ധത്തിൻ്റെ ഉപകരണങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു. കാരണം ഒരു ഏരിയ മുതൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അവിടേക്ക് പോലെ പ്രത്യേക പെർമിഷൻ ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയൊരു ആ സമയത്ത് അത് പോയിട്ട് നല്ല കച്ചവടമാണ്. അതായത് $1000 കച്ചവടം ഞാൻ ആ ഭാഗത്ത് ചെയ്തത്. കമ്പനിക്കും തന്നെ നല്ല കാശുണ്ടായി കൊടുത്തു. എനിക്ക് ചിലപ്പോൾ ക്യാപ്റ്റന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ അവർ നമുക്ക് തരും. നമുക്കും തന്നെ നല്ലൊരു കാശുണ്ട്. അങ്ങനെ സമയത്താണ് യുദ്ധം തുടങ്ങേണ്ടത്. 7 ദിവസം മുന്നേ ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഫാത്തിമ ടെക്സ്റ്റൈലിനായിരുന്നു ടെക്സ്റ്റൈൽ വിൽക്കാട്ടിക്കണം. അപ്പോൾ ഏകദേശം ഒരു 1,40,000 റിയാൽ പകുതി. അതായത് MT ഷോപ്പിന് ഡെക്കറേറ്റീവ് ഷോപ്പാണ്, അതിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്നാണ്. അത് നമ്മളെ മഞ്ഞളാങ്കുഴി അതിലെ ജ്യേഷ്ഠൻ്റെ മക്കളെയായിരുന്നു ഫാത്തിമ ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി ഒരു 2-3 ആഴ്ച അപ്പോഴേക്കും എനിക്ക് 90,000 റിയാൽ കൊണ്ട് കുറിയിട്ടിയ പൈസ ഉണ്ട്. കുറിയായി വേണ്ട, പിന്നെ കുറച്ച് പൈസ വേറെ ഉണ്ട്. ഒരു 1,00,000 അടുത്ത് എല്ലാവരും ആവുള്ളൂ. അപ്പോൾ അവർ ഇതിന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഒരു 95,000 റിയാലിന് നമ്മൾ കച്ചവടമാക്കി. അപ്പോൾ 90 അപ്പോൾ ഇതിലിടയ്ക്ക് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ മകനപ്പോഴും 7-ലായി. അപ്പോൾ 7-ാം തരത്തിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നോക്കി, ഞാൻ കുറച്ച് വയസ്സൊക്കെ ആയില്ലേ കുട്ടികൾക്ക്, നിങ്ങൾ പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്തായാലും ഇത്രയായില്ലേ, 19 വർഷം ആവാനായി, 20 വർഷത്തോളമായി. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഈ നാട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞ മാതിരി നാട്ടിൽ പോകാൻ തീരുമാനിച്ച നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഒരു തീരുമാനം ഞാൻ ആദ്യം തന്നെ എടുത്തിരുന്നു, 2 വർഷം ഒന്നും ചെയ്യാതെ നാട്ടിലൊന്ന് നടക്കും മൊത്തത്തിലൊന്ന് മനസ്സിലാക്കണം എന്താ നടക്കുക. കാരണം ഇവിടുന്ന് ഞാൻ പറഞ്ഞ മാതിരി 18-18 വയസ്സായപ്പോഴേക്കും പ്രീ ഡിഗ്രി കഴിഞ്ഞു. നേരെ 6 മാസം ബസ്സിൽ വർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം നേരെ 3 വർഷം ബോംബെയിൽ. അപ്പം ഈ ഒരു നാടിനെ അറിയേണ്ട സമയമൊക്കെ ഞാൻ ഇവിടെ അല്ല, ബോംബെയിലാണ്. പിന്നെ അതിന് ശേഷം ഗൾഫിൽ പോയി 2 കൊല്ലം കൂടുമ്പോൾ 1.5 കൊല്ലം കൂടും അങ്ങനെ വന്ന് 10-20 കൊല്ലം. അപ്പോഴേക്കും എന്താ അറൗണ്ട് 40 ഒരു 40 വയസ്സ് എൻ്റെ ആയ. അപ്പം നാടിനെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു തീരുമാനം എന്താ പറയുക, 2 കൊല്ലം ഫ്രീ ആയിട്ട് നടക്കുക. അതൊരു സുഖമാണല്ലോ. ഈ പറഞ്ഞമായി തന്നെ 2 കൊല്ലം. അപ്പം അതിലിടക്കാണ് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞത്. അത് ഏത് കച്ചവടം ചെയ്യണം എന്നുള്ളതൊരു തീരുമാനത്തെത്താൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ. ആദ്യത്തെ തീരുമാനം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. അത് ഇവിടെ ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് പോരാ എന്നുള്ള, അതായത് കംപ്ലീറ്റ് സാധനം കിട്ടുന്ന ഒരു കട അന്ന് വെള്ളം മൊത്തം കിട്ടുന്നപ്പോൾ സിമെൻറ്റും കമ്പിയും അതുപോലെ വേണ്ട സാധനങ്ങളൊക്കെ അതുപോലെ ഈവൻ പെയിൻ്റ് അടക്കം വേണമെങ്കിൽ വെക്കാമെന്നില്ലേ ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിന് നമ്മൾ കണക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ഒരു 3-4 ലക്ഷം രൂപ 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ സുഖമായിട്ട് നമുക്ക് എങ്ങനെ വേണം ചെയ്യാം. 10-25 വർഷം മുന്നത്തെ കഥയാണ്, 25-26. അപ്പോൾ ഞാൻ അതാലോചിക്കുമ്പോൾ പിന്നെ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ മാലഞ്ചരക്ക്. ഈ മാലഞ്ചരക്കും ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഒത്ത സാധനങ്ങൾ പിന്നെ റബ്ബറും അതുപോലെ തന്നെ കുരുമുളകോ അടയ്ക്കയോ ബാക്കിയുള്ള എന്തൊക്കെയാണ് അതൊക്കെ അങ്ങനെയും മനസ്സിലാലോചിച്ചു.
അപ്പോൾ അവിടെ നമ്മൾ സുഹൃത്ത് ഞാൻ പറഞ്ഞ ഫോട്ടോപ്പാടത്ത് നമ്മളൊരു തട്ടാനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിസിറ്റ് ചെയ്യും. കാരണം എല്ലാ ആഴ്ചയിലും വരും, വെള്ളിയാഴ്ച ദിവസം അവർ വരും ഒഴിവാം. അപ്പോൾ എന്നോട് കാക്കു നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ജ്വല്ലറി തുറക്കുന്ന നാട്ടിലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. ഈ ആഭരണങ്ങൾ എന്താ, ഇത് ചെയിനാണ്, ഇത് വളയെന്ന് അറിയുന്നല്ല, ഇത് മോതിരം ഇത്ര അറിയുന്നല്ല, ബാക്കിയൊന്നും എനിക്കറിയില്ല. ഇവ എന്നെ കാരണം ഞാൻ വേണം, ഞാൻ നിൽക്കാം, സെയിൽസിലേക്ക് ഞാൻ നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പിരിയേറ്റി ചെറുതായിട്ടൊരു ചിന്ത അതിൽക്കും വന്നിട്ടുള്ളൂ. കാരണം തീരുമാനമായിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ഈ മനസ്സെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ, എന്ത് ചെയ്യണം എന്നല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഈ കോംപ്ലക്സ് പണി തുടങ്ങിയത്. കുഞ്ഞിൻ്റെ കോംപ്ലക്സ് പണി നടക്കുകയാണ്. അന്ന് റൂമുകളൊന്നും തിരിച്ചിട്ടില്ല, തിരിക്കണുള്ളൂ. അതൊക്കെ 2021, 2002, 2001 ശേഷം റൂമുകളായിട്ട് അതുവരെയൊക്കെ സ്ട്രക്ചർ മാത്രം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ ഈ ഓടുന്ന കോംപ്ലക്സിൽ റൂം എടുക്കണ ഞാനാണ്. ഇങ്ങനെ ഭാഗത്തിലെ ഫസ്റ്റിലെ റൂം. പിന്നെ ആ ഫീൽഡിൽ നമ്മളെന്താണ്, ആ ഫീൽഡിൽ ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 വർഷത്തോളം രാവിലെ വന്നാൽ ഞാൻ ആ കടയിൽ നിന്ന് നീക്കൽ നിസ്കരിക്കാൻ പോകാൻ മാത്രമേ ഉള്ളൂ. അല്ലാത്തൊരു പരിപാടിക്കും പുറത്തു പോകില്ല. അവിടെ തന്നെ ഇരുന്ന് എങ്ങനെ ഇതിൻ്റെ ഒന്നും അറിയണല്ലോ, അത് എന്താ സെറ്റപ്പ് എന്നില്ല. അത് മാത്രമല്ല കസ്റ്റമറെ പരിചയപ്പെടണം, വരുന്ന കസ്റ്റമർ നമ്മൾ എന്താണെന്നില്ല, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ കസ്റ്റമർക്ക് നമ്മളുണ്ട്, ഇപ്പോഴും നമ്മളവിടെ കസ്റ്റമർക്ക് ഒരു വലിയൊരു എടുത്തു. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും ഒരുപോലെ തന്നെ. കാരണം മാക്സിമം അതിൻ്റെ കാരണം ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു കസ്റ്റമർ വന്നാൽ പോകാൻ പാടില്ല. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞിട്ട് മാനേജറോടും മരുമോനും ഒക്കെ ഇന്ന രൂപത്തിൽ നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഞാൻ ഉണ്ടെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. ചോദിക്കും ഇതിനൊക്കെ ആദ്യ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ നേരത്തെ നമ്മുടെ സ്റ്റാഫ് അത്രയും എലിജിബിൾ അത്രയും ഇതായതുകൊണ്ട് നമ്മളെ അതേമാതിരി ഡീൽ ചെയ്തുകൊണ്ട് അവരും നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വലിയൊരു കാര്യം. സ്റ്റാഫ് ഈസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം നിലനിൽക്കോ ഇല്ലേ എന്നതിൽ ജനങ്ങളറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം പ്രത്യേകിച്ചും ഗോൾഡാണ്. അപ്പോൾ നമ്മളന്ന് 1000 ഉറുപ്പ്യ ഒരു 1000 വെച്ച കുറി 500 ഉറുപ്പ്യൊക്കെ പിന്നെ 1000 അങ്ങനെയൊക്കെ. പക്ഷേ അത് 30 മാസം വെക്കുമ്പോൾ ഈ 30 മാസം 2.5 വർഷമാണ്, ഒരു ലോങ് പീരിയഡാണ്. അപ്പോൾ ആൾക്കാർ നമ്മൾ ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പരിചയമാണ്. ആ മുഫീനയാണ്, ഇതെന്താ മുഫീന എന്നറിയാൻ നമ്മൾ ചെന്നിട്ട് കാര്യമില്ല. ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ എപ്പോഴാണ് ഒരു 2 ബിസിനസ് വേറെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? മുഫീന സൂപ്പർ മാർക്കറ്റും അതേപോലെ തന്നെ മുഫീന ഹോൾസെയിൽ ചെയ്യുന്നൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിൽ? സത്യത്തിൽ അത് ഒരു ആക്സിഡൻ്റലി സംഭവിച്ചാണ്, യാദൃശ്ചികമായിട്ടാണ്. ഞാൻ ഒരിക്കലും ആ ഫീൽഡിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു നടത്തുന്നത്. അപ്പോൾ കുറച്ച് സാമ്പത്തിക ഞെരുക്കം മൂപ്പർക്ക് വന്ന സമയത്ത് ഒരു ചെറിയ സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ആ സപ്പോർട്ട് ഉണ്ടായ സമയത്ത് മൂപ്പർക്ക് അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ ബൈ ഫോഴ്സിൽ പറയാതെ നിങ്ങൾ എടുത്തോളി എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ സ്റ്റാഫിനോടും എൻ്റെ മാനോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്താണ്, നമുക്ക് എന്തിനാണ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, നമുക്കൊരു ബന്ധമില്ലല്ലോ, അതിനായിട്ടൊരു കണക്ഷനിലൊന്നുമില്ല. പിന്നെ അവരെന്തായാലും പറഞ്ഞത് നേരെ നമ്മളെ മുന്നിൽ തന്നെയല്ലേ. മനസ്സിലായില്ലേ? എന്നാൽ അത് ആട്ടെ. അങ്ങനെയാണ് ആ സാധനം വരുന്നത്. ശരിക്കും നാട്ടിലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ ആദ്യത്തെ മീറ്റിങ്ങുകളിൽ ആദ്യത്തെ പേര് ഏനാക്കാൻ്റെ പേരാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് ഏനാക്കാനോട് ചോദിക്കാം, കാര്യം നടക്കുന്നത് ഒരു ഈ എന്ത് പ്രോഗ്രാം നടക്കുന്ന ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും ഏനാക്കുക. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് അതിനൊരു കാരണം? എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരുത്തൻ്റെ അതായത് നമ്മൾ തീരെ ചെറുപ്പം കാലം തൊട്ട് തന്നെ അല്ല ഒരു സാമ്പത്തികമായിട്ട് നല്ലൊരു ലെവലിലെ കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ കിട്ടാത്തൊരവസ്ഥ വലിയ പേരിന് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാമ്പത്തികം നല്ല ഞെരുക്കം തന്നെയായിരുന്നു. അപ്പോൾ ഒരാളൊരു വിഷയം വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കത് ഫീൽ ചെയ്യും. അത് അവൻ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണല്ലോ, കാരണം ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ എല്ലാവരും ചോദിക്കുക. അപ്പോൾ അത് ഈ ഒരു സമൂഹത്തിൽ എനിക്കും ചില ബാധ്യതകളുണ്ടല്ലോ തീർച്ചയായിട്ടും. കാരണം ഇത് കയ്യിൽ കാശുണ്ടായിട്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇത് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി കൂടി നമുക്ക് വേണം. ആ മനസ്സ് ഞാൻ പറഞ്ഞ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഞാൻ എൻ്റെ കൈ ഒരിക്കലും ഞാൻ മരക്കാള മുഷ്ടി കൊണ്ട് ചുരുട്ടി പിടിക്കരുതെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്.
എന്നാൽ ഫുള്ളായിട്ട് തുറന്നു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാവശ്യത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് കൊടുക്കണം. ഞാൻ അതല്ലാതെ ഉള്ളത് മുഴുവൻ ദാനം ചെയ്യാന്നല്ല. ഒരാളെ ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കിയ, ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും. അതെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ മാതിരി, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ബുദ്ധിമുട്ടിൽ ജീവിക്കണം. ബുദ്ധിമുട്ടി ജീവിച്ച് വരുമ്പോഴുള്ള മറ്റൊരു തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പട്ടിണി കിടന്നതിൻ്റെ ഒരു വിശപ്പ് അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി സാമ്പത്തികമായൊരു ഞെരുക്കത്തിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ പിന്നിലേക്ക് നമുക്കൊരിക്കലും തീരെ റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളെ പിന്നിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വരും, തേട്ടി വരും. നമ്മൾ ഓരോ സമയത്ത് ബുദ്ധിമുട്ടിയാലും ഇപ്പോൾ അടുത്തൊരു 4-5 വർഷം മുന്നുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയണം. കാരണം അത് ഈ പൈസൻ്റെ ആവശ്യം വരുമ്പോഴാണ് അതിന് വിലയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് എത്ര ഉണ്ടായിട്ട് അതിനൊരു വില വേണമെങ്കിൽ തോന്നണം. അതിനൊരു ആവശ്യം വരുമ്പോഴാണ് അതിന് വില. അല്ലെങ്കിൽ ഇത് ഒരു കടലസിൻ്റെ വിലയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് മൗലാനിയിൽ നിൽക്കുക. അപ്പോൾ അവൻ്റെ മകൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു 5000 റുപ്യ അത്യാവശ്യമുണ്ട്. അപ്പോൾ പല രൂപത്തിലും പലരോടും ബന്ധപ്പെട്ട് പോയി, കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ കണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു ചെറിയ പൈസ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കയ്യിലുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം തന്നെ. അപ്പോൾ എന്നോട് എനിക്കൊരു 5000 റുപ്യ വേണമെന്ന് പറഞ്ഞു. ഞാൻ വേറെ എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു. അതിന് ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ പറയാം, പടച്ചോൻ എന്നെ ഇവിടെ ഇറക്കിയതാണ്. കാരണം ഞാൻ പല രൂപത്തിലും അതിന് അത്യാവശ്യമാണ്. പല രൂപത്തിലും മെഡിക്കൽ കേസാണ്, അത് കൊടുത്തെങ്കിലുള്ള ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം. ഞാൻ പലരും ബന്ധപ്പെട്ട് നോക്കി, ഒരു മനുഷ്യൻ്റെ ഒന്നും കിട്ടിയില്ല. എന്നെ പടച്ചോണ്ട് ഇറക്കിയതാണ്. അപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷേ അവൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കി. കാരണം നമ്മളും ഒരു 10 റുപ്യക്കും 5 റുപ്യക്കും ഓരോ റുപ്യക്കും ഒക്കെ ബുദ്ധിമുട്ടിയ സമയത്ത് എനിക്കറിയാം. അപ്പം ഞാൻ പറയാം, അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ ഒരുത്തരം സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കാം പടച്ചവൻ്റെ അനുഗ്രഹം നമുക്ക് ഏത് സമയത്തും നമ്മളെ ഓരോ വിഷയത്തിലുണ്ട്. നമുക്ക് തോന്നും പരാജയപ്പെടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും തോന്നുന്ന സമയത്ത് നമുക്ക് എവിടെയൊന്നും അറിയില്ല, ഒരു സഹായം നമ്മളെടുത്തേക്കും. എനിക്ക് തോന്നുന്നത് 2 തവണയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു അല്ലേ? 2 തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 തവണയായിട്ട് ഞങ്ങൾ പിന്നെ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിലേ ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആ തിരക്ക് ഭയങ്കര എൻഗേജ്ഡ്, ഭയങ്കര എനർജി ഉള്ളൊരു ആളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഞാനും കൂടിയാണ് റീഫ്രഷ് ആവുന്നത്. ശരിക്കും ഇങ്ങനെയല്ല, ഞാനിതിൻ്റെ 7 അയലോകത്ത് പോലും എത്തിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഒരുപാട് കാലം ഫാമിലിയുമായി, നാട്ടുകാർക്ക് എല്ലാവർക്കുമായിട്ട് ഒരുപാട് കാലം ഇതേപോലെ ആ മനസ്സാലെ എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സോടുകൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. നമ്മുടെ പ്രേക്ഷകരിത് കേൾക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ്. പിന്നെ ഇനോക്കാൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ചരിത്രമുണ്ട്. നമുക്ക് നമ്മളെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവരെയാണ് നമുക്ക് സൊറ പറയാൻ വേണ്ടി വേണ്ടത്. നമ്മുടെ ഈ ഒരു പരിപാടീൻ്റെ ഭാഗമാവാൻ ഇതിനൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം. വളരെ ഹൃദയസ്പർശിയായ പരിപാടിയായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അത് വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കേട്ടിരുന്ന പിന്നെ ജാഫറിനെ ഏത് രൂപത്തിലാണ് അഭിനന്ദിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇത്രയും ക്ഷമയോടുകൂടി മണിക്കൂറോളം, ആദ്യത്തെ പ്രാവശ്യം 2 മണിക്കൂറോ നമ്മളിരുന്ന് അറിഞ്ഞ പോലും ഇല്ല അല്ലേ? അത് 2 മണിക്കൂർ ഇരുന്ന് ഇപ്പോൾ പൊതിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂറോളായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അത് മാത്രമല്ല, എന്നിലും കൂടുതൽ അനുഭവസ്ഥരായ ആൾക്കാർ വേറെ ഉണ്ടാവും, പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ കൂടെ വന്നിട്ട് അവർക്കും കൂടെ പങ്കുവെക്കാനൊരു വേദിയാക്കി ഇതിനെ മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. കാരണം അതൊക്കെ വലിയൊരു ഭാവിയിൽ വരുന്ന തലമുറ, ഇന്നത്തെ തലമുറയ്ക്ക് പല കാര്യങ്ങളും അവർക്ക് അന്യമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞ പട്ടിണി കിടന്നിരുന്നതും അല്ലെങ്കിൽ പല രൂപത്തിൽ നമ്മളൊക്കെ, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ചായ കുടിക്കുന്ന സമയത്ത് ശർക്കര കഷ്ണമാക്കി നക്കി ചായ കുടിച്ചെന്ന് പറഞ്ഞതും ഇന്ന് തൊട്ട് വെച്ച് അതൊക്കെ ഒരിക്കലും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അവരെ ആലോചിക്കാൻ പോലും കഴിയാത്തായിരിക്കും. അപ്പോൾ ഇതിലല്ലാത്ത രൂപത്തിലെ പല അനുഭവങ്ങളും ഓരോരുത്തരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് പലപ്പോഴും ഗൾഫിൽ നിന്നും അതുപോലെ തന്നെ ബോംബെയിലെ ലൈഫാണ് ഞാൻ പറയുന്നത്. ഇവിടെ നാട്ടിൽ തന്നെ പലരും ഇതിലും അനുഭവസ്ഥരായ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലത്തെ വരുന്ന തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപയോഗപ്രദമാവുന്ന രൂപത്തിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു വലിയൊരു പരിപാടിയെ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.
എന്തായാലും എന്നെ ഇതിന് ക്ഷണിച്ചതിനും ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിനും എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഉയരങ്ങളിൽ നിന്ന് ഈ പരിപാടി നല്ല നിലയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു.